സർ, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. KPCC പ്രസിഡന്റ് ഔദ്യോഗികമായി നിരാകരിക്കുന്നുണ്ടെങ്കിലും വസ്തുത എന്തെന്നുള്ളത് നാട്ടുകാർക്ക് പകൽ പോലെ വ്യക്തമാണ്. ഈ കോൺഗ്രസിലെ പല മുതിർന്ന എംപിമാരും കൃത്യം പറഞ്ഞാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ബാല്യമില്ലെന്ന് സ്വയം ചിന്തിക്കുന്ന സീനിയർ ആയിട്ടുള്ള പല എംപിമാരും, രാജ്മോഹൻ ഉണ്ണിത്താൻ, അതേപോലെ നമ്മുടെ MK രാഘവൻ, അതേപോലെ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ ആന്റോ ആന്റണി തുടങ്ങിയ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ പലരും നിയമസഭയിലേക്ക് ഒരു അംഗത്തിനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് സൂചന. ഈ കൊടിക്കുന്നിൽ സുരേഷൊക്കെ ഇക്കാര്യം മുൻപേ പരസ്യമായി വ്യക്തമാക്കിയതാണ്, തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലോട്ടാണ് താല്പര്യം എന്നൊക്കെ. ഈ MPമാരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് സാർ? ഈ കേന്ദ്രത്തിൽ ഇനി വലിയ സ്കോപ്പൊന്നും ഇല്ലേ കോൺഗ്രസിന്? അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിൽ യാതൊരു സാധ്യതയും ഇനി അടുത്ത കാലത്തൊന്നും ഇല്ല എന്നുള്ളൊരു ബോധ്യം അത് ഇവർ പലരും പല സമയത്തായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും, രാഘവൻ വക്കീലാണെങ്കിലും, അതേപോലെ തന്നെ K സുധാകരനാണെങ്കിലും, ബെന്നി ബെഹനാനാണെങ്കിലും, ഇവർക്കെല്ലാവർക്കും ബോധ്യമുണ്ട് കേന്ദ്രത്തിൽ. കാരണം കേന്ദ്രത്തിൽ ഇവർ നേതൃത്വം വളരെ ശുഷ്കമാണ്. സാമാന്യേന യാതൊരു ഒരു സംഘടന എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു ധാരണയുമില്ലാത്ത ആളുകളാണ് അഖിലേന്ത്യാ നേതൃത്വത്തിലുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധി അങ്ങോട്ട് നടക്കാൻ പറഞ്ഞ് നടക്കുന്ന ഖാർഗെയാണ് ഇപ്പോൾ ഈ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഖാർഗെയ്ക്ക് താൻ ഏത് പാർട്ടിയിലാണെന്നുള്ളൊരു ബോധ്യമില്ല. എന്ന് വെച്ചാൽ അത്തരം ചില ആളുകൾ നയിക്കുന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും ഇന്ത്യൻ ജനത അംഗീകരിക്കില്ല എന്നുള്ള വസ്തുത നല്ല ബോധ്യം കോൺഗ്രസിൻ്റെ ആളുകളെ സംബന്ധിച്ചുണ്ട്. ഇവരൊക്കെ നിരവധി വർഷങ്ങളായിട്ട് MLA-മാരും MP-മാരൊക്കെ ആയിരുന്നവരാണ്. അപ്പോൾ അതിലിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോകണമെന്നുള്ളത്. അതിന് ഇപ്പോൾ ഉള്ള യുവ നേതൃത്വത്തിൻ്റെ പ്രശ്നം കൂടി ഇതിന് പിന്നിലുണ്ട്. കോൺഗ്രസിലുള്ള യുവ നേതാക്കന്മാർ നമ്മൾ പലപ്പോഴും ധരിച്ചു ഇവർ വളരെ മിടുക്കന്മാരാണെന്നാണ് ധരിച്ചത്. പക്ഷേ പലരുടെയും കയ്യിലിരിപ്പ് വളരെ മോശമാണെന്നുള്ളവരും ഓരോ അടുത്ത കാലത്ത് നടന്നുള്ള ചെയ്തികളിൽ നിന്നെല്ലാം ബോധ്യമാകുന്നതും ഇവരെല്ലാവരും ചില മതവിഭാഗത്തിൻ്റെ പിണിയാളുകളായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്നുള്ളവരും ഒരു വലിയ ചർച്ചാ വിഷയമാണ് ശരിക്കുന്നത്. അത് കോൺഗ്രസ്സിൽ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ്. കോൺഗ്രസ്സിലുള്ള ചില മതവിഭാഗങ്ങളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ അത്യന്തം അപകടകരമാണെന്നുള്ള ചർച്ചയുണ്ട്. അത് കോൺഗ്രസിനകത്തും ചർച്ചയുണ്ട്. അങ്ങനെ ചർച്ചയിൽ വന്ന സമയത്താണ് വൃദ്ധന്മാരെന്ന് ഇവരെന്തിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന VM സുധീരൻ, താരതമ്യേന ചെറുപ്പക്കാരൻ സുധീരനാട്ടോ. സുധീരൻ്റെ പ്രായം 77 വയസ്സാണ്. അത് കഴിഞ്ഞാൽ അതിന് മേലെ എല്ലാവരും 80 വയസ്സും 82 വയസ്സും 85 വയസ്സും പ്രായമുള്ള ആളുകളാണ് ഇതിനകത്ത് കൂടുതൽ പേരുള്ളത്. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ച് കേന്ദ്രത്തിൽ യാതൊരു സാധ്യതയുമില്ല. പാർലമെൻറ്റിൽ പോയിട്ട് ഇവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇവർക്ക് പാർലമെൻറ്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. പാർലമെൻറ്റിൽ പോയിട്ട് ഇവർ കാലത്ത് അവിടെ പോയിട്ട് ഒപ്പിട്ടതിന് ശേഷം അവിടെ ലൈബ്രറി ഒക്കെ ഇവർക്ക് പൊതുവെ കുറവാണ്. ക്യാൻറ്റീനിൽ പോക്കാണ് കൂടുതൽ. ആ ക്യാൻറ്റീനിൽ പോയിരിക്കുകയും അതിനുശേഷം വൈകുന്നേരം അവിടെ പാർലമെൻറ്റ് വിടുന്ന സമയത്ത് ഒരു പുറത്തിറങ്ങിയ പുൽത്തകിടിയിൽ നിന്ന് മലയാളത്തിലുള്ള ചില ചാനലുകളുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇവർക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു റോളുമില്ല എന്നുള്ള വസ്തുതയാണ്. ആ റോളില്ലാതെ വന്ന സമയത്താണ് ഈ പറയുന്ന വളരെ പരിണിതപ്രജ്ഞരായിരിക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവരിൽ ഓരോരുത്തരും. ഈ രാഷ്ട്രീയക്കാരായിരിക്കുന്ന ആൾക്ക് തോന്നി ഒരു റോളുമില്ലാതെ കണ്ട് ഞങ്ങൾ എന്തിനാണ് പാർലമെൻറ്റിൽ പോകുന്നത്? പാർലമെൻറ്റിൽ പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇപ്പോൾ ഇവിടെ തന്നെ നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേയിൽ ഇവരുടെ റോൾ എന്താ ഉള്ളേ? ഒരു പാർലമെൻറ്റ് അംഗത്തിൻ്റെ ഭാഗത്തുകൂടി പോകുന്ന എന്ന നാഷണൽ ഹൈവേയിൽ പാർലമെൻറ്റ് അംഗത്തിന് യാതൊരു റോളും ഇല്ല. ഇത് പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു. അത് നിതിൻ ഗഡ്കരി ചെയ്യുന്നു. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് ചെയ്യുന്നു. അത് കേരളത്തിൻ്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരവരുണ്ട്. അവർ കേന്ദ്രവുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരാണ് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ലാത്ത ഒരു സാഹചര്യം നിലവിലിരിക്കുന്നു. അവരുടെ പങ്കാളിത്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ലൈറ്റുകൾ സ്ഥാപിക്കുകയില്ലേ? അത് ചിലരൊക്കെ മറ്റേ നമ്മുടെ ആന്റണിയുടെയൊക്കെ പ്രധാനപ്പെട്ട പരിപാടി അതാണെന്നാണ് ഞാൻ കേട്ടത്. ഉത്സവ പറമ്പിൽ ഒരു വിളക്ക് സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് പാർലമെൻറ്റ് അംഗത്വത്തിനുള്ളത്. ഇത് ഇവരാദ്യമായിട്ട് തുടങ്ങിയതല്ല. പഴയ കാലത്ത് ഇതിൻ്റെ ഒരു ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് VM സുധീരനാണ്. VM സുധീരൻ അവിടെയൊക്കെ ചേർത്തലയിലൊക്കെ ചില ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. VM സുധീരൻ്റെ മറ്റേ എന്ത് ഫണ്ട്, ആ ഫണ്ട്, ആസ്തി വികസന ഫണ്ട്. ഇയാളുടെ എങ്ങനെ ആസ്തി വികസിക്കുന്നത്? ആസ്തി വികസനം എങ്ങനെ ഫണ്ട് ഉണ്ടാവുക? ഈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാതിലുകൾ, ആ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ബാത്റൂമുകൾ, അത് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ടോയ്ലറ്റ്സുകൾ ഇത്യാദി എല്ലാ സ്ഥലത്തും ബോർഡുകൾ വയ്ക്കുന്ന പ്രവർത്തനമാണ് പാർലമെൻറ്റ് അംഗം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന. അതാണ്
അത്യാവശ്യം ഭാഷ അറിയാവുന്ന ആൾ ഞാൻ മനസ്സിലാക്കുന്നത് കെ സി വേണുഗോപാല. ആ വേണുഗോപാൽ പോലും പാർലമെന്റിൽ കാര്യമായിട്ട് സംസാരിക്കുന്ന ആളല്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെയൊക്കെ ഒരു സമയത്ത് പാർലമെന്റ് അംഗത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു സാധ്യതയുമില്ല, ഒരു റോളും അവരെ സംബന്ധിച്ചില്ല, ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ അവർക്കറിയില്ല. അവിടേക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അവിടുത്തെ ഹോം മിനിസ്റ്റർ, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വന്നാലേ പിന്നെ ഇന്ത്യൻ പാർലമെന്റിൽ മലയാളികളുടെ ശബ്ദമേ കേൾക്കാൻ സാധ്യമാവില്ല. അത്തരം ഒരു നിർജീവാവസ്ഥയിലുള്ള പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കേരളത്തിൻ്റെ നിയമസഭയിൽ വന്ന് മലയാളത്തിൽ സംസാരിച്ച് കേരളത്തിൽ മന്ത്രിയാകാൻ സാധിച്ചാൽ ഒരു വട്ടം കൂടി മന്ത്രിയായി കഴിഞ്ഞാലോ എന്നുള്ളൊരു മോഹം ഇതൊരു സ്വാഭാവികമാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ നമ്മുടെ ഈ പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്ത് അതുവരെ MLA ആയിരുന്നവർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളവൊരുക്കി MP ആകാൻ വേണ്ടി മത്സരിച്ചിരുന്നു. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ ദേശീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കും വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമുണ്ട്. MP മാർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ അനുവദിക്കുന്നതിൽ തെറ്റുണ്ടോ? അല്ല, അങ്ങനെ തെറ്റില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഇപ്പം നിലവിൽ 12-13 പേരെങ്ങണ്ട കേരളത്തിൽ കോൺഗ്രസിൽ. ഈ 13 പേരും തയ്യാറാവും. കാരണം ഈ 13 പേരും പാർലമെന്റിൽ പോകണ്ടെന്ന് മോഹിക്കുന്നവരാണ് എല്ലാവരും. പാർലമെന്റിൽ പോകുന്നതിനേക്കാൾ നല്ലത് കേരളത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ളൊരു അസംബ്ലി അംഗമായിട്ട് ഇവിടുന്ന് ഒരു മന്ത്രിയാകാൻ സാധിക്കുമെന്ന് നോക്കുന്നവരാണ്. കാരണം ഇവർ കോൺഗ്രസ്സുകാർ പൊതുവെ പ്രതീക്ഷിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് UDF അനുകൂലമായിട്ട് വരുന്നതാണ്. അങ്ങനെ UDF അനുകൂലമായിട്ട് വന്നാൽ ബെന്നി ബെഹനാന് കേരളത്തിൽ മന്ത്രിയാവാനുള്ള താല്പര്യമുണ്ട്. അത് ഏതെങ്കിലും നല്ല വകുപ്പ് കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാവാൻ തയ്യാറാണ്. അടൂർ പ്രകാശ് അതിനുവേണ്ടി തയ്യാറാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനുവേണ്ടി തയ്യാറാണ്. ഇവരെന്നെല്ലാം അവിടെ തയ്യാറല്ലാത്ത ഒരൊറ്റ പാർലമെന്റ് അംഗമില്ല. അപ്പൊ അതിന് ഇവരെ അനുവദിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചിലപ്പോൾ അസംബ്ലിയിലേക്ക് ഒന്ന് മത്സരിച്ച് ചിലരൊക്കെ ജയിക്കും, എല്ലാവരും ജയിക്കൂലെങ്കിലും ആ ജയിക്കുന്ന ആളുകളുടെ സീറ്റിലേക്ക് രണ്ടാമതൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നാലുണ്ടല്ലോ, ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇവരുടെ പലരുടെ സീറ്റുകൾ അതോടൊരു അടിപതറും ഇവർ വരും. ആ സീറ്റുകൾ നഷ്ടപ്പെട്ടു പോകും. കോൺഗ്രസിന് ഇന്ന് തന്നെ അവിടെ പാർലമെന്റിൽ വേണ്ടത്ര ആളില്ല. ഇനിയും ആളില്ലാത്തൊരവസ്ഥയിലേക്ക് പാർലമെന്റിൽ എത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. പക്ഷേ ഈ MP മാരെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ ഈ MP ഫണ്ട് അതിൻ്റെ അനുവദിക്കുന്നതിലും വിനിയോഗത്തിലുമൊക്കെ കൂടുതൽ കർക്കശമായ നിയന്ത്രണങ്ങൾ വരുന്നു. പാർലമെന്റിലടക്കം ഈ പ്രതിപക്ഷത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു പൊതുസ്ഥിതി വരുന്നു. അടുത്ത തവണയും NDA സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള തരത്തിലുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ കൂടുതൽ കുറച്ചുകൂടി അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതുകൂടി ആ ഒരു ടാക്ടിക്സിലുള്ളതാണല്ലോ. അപ്പോൾ അവരങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? അല്ല, ഇവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. ഇവരെ കഴിവുകേടിന്റെ പ്രശ്നമാണ്. കഴിവുകേട് കുറ്റമൊന്നുമല്ലല്ലോ. ഇവർക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പോയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നില്ല. വേണ്ടത്ര കാര്യങ്ങൾ ചോദിച്ചു മേടിക്കാനുള്ള കഴിവ് ഇവരെ സംബന്ധിച്ചില്ല. കിട്ടുന്ന പണം കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് ഇവർക്കറിയില്ല. ഇവരുടെ മറ്റേ MP ഫണ്ടിൽ നിന്ന് കിട്ടുന്ന പണം കിട്ടുന്നത് അത് ജില്ലാ കളക്ടർക്കാണ് കിട്ടുന്നത്. ജില്ലാ കളക്ടറാണ് ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഇവർക്ക് കൈയിട്ട് വരാൻ യാതൊരു മാർഗവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ മത്സരിക്കുന്നത്. ഇവിടെ MLA ആവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് ഒരു മറുവശം കൂടി ഇതിന് പിന്നിലുണ്ട് കേട്ടോ. എന്ന് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ യുവജന വിഭാഗങ്ങളിൽപ്പെട്ടവരാരൊക്കെയെന്ന് നോക്കുക. ഈ യുവജന വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ളവര് നമ്മൾ പലപ്പോഴും ഇവർ കഴിവ് തെളിയിച്ചു തരാമെന്നൊക്കെ വിചാരിക്കുക. ഇവരെല്ലാവരും കൃത്യമായിട്ട് ചില മതവിഭാഗത്തിന്റെ പ്രതിനിധികളാണ്. ഇവരിലേറെ പേരും ഈ മതവിഭാഗത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ഇവർക്ക് കോൺഗ്രസിലുള്ള സ്വാധീനം താരതമ്യേന കുറവാണ്. വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിന് ഈ പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ടവരുടെ അല്ലാത്തവരുടെ വോട്ട് കിട്ടാൻ സാധ്യത കുറവാണ് എന്നുള്ള ധാരണയും കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന യുവജന നേതാക്കന്മാരിൽ പലർക്കും അടുത്ത പ്രാവശ്യം സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു സമയത്ത് വീണ്ടും ഒരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ വയോവൃദ്ധന്മാരാണ്, 77 വയസ്സ് കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണെങ്കിലും ഞങ്ങൾ മത്സരിക്കട്ടെ എന്നുള്ള തോന്നല്, ഒരു വട്ടമെങ്കിലും ഞങ്ങൾക്ക് വീണ്ടും മന്ത്രിയാകണം എന്നുള്ള മോഹം, ആ മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മത്സരിക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കേരള രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഈ പറയുന്ന വൃദ്ധ നേതൃത്വത്തിന്റെ, ഞാൻ വൃദ്ധ നേതൃത്വം എന്ന് തന്നെയാണ് അവർ പറയുക, വൃദ്ധ നേതൃത്വത്തിന്റെ വീണ്ടുമുള്ള MLA ആകാനുള്ള മന്ത്രിയാകാനുള്ള മോഹം, അത് കേരളത്തിന് യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്നുള്ളതാണ് ഇതിനെ സംബന്ധിക്കുന്ന എൻ്റെ നിരീക്ഷണം.